ഹായ് ഫ്രണ്ട്സ്, റെസി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ പ്രോൺ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സിമ്പിൾ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള വേണ്ട കാഷ്യൂ ആൻഡ് റീസൺസ് ആണ് ആദ്യം ഫ്രൈ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന എണ്ണ, കുറച്ച് എണ്ണയും കോക്കനട്ട് ഓയിലും ഗീയും ആഡ് ചെയ്താൽ നല്ല സ്പെഷ്യൽ ഫ്ലേവറാണ്. അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം റേസിൻസും കാഷ്യൂം മിക്സ് ചെയ്ത് നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഒനിയനാണ് നമ്മൾ നെക്സ്റ്റ് ഇടുന്നത്. ഒനിയൻസ് ആഡ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഒനിയൻ കാരമലൈസ് ആവാൻ വേണ്ടി ഒരു ടിപ്പുണ്ട്. നമ്മൾ ആദ്യം ഒനിയൻ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് ഇടുന്നില്ല, നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കാറില്ല. പകരം നമ്മൾ ഒനിയൻ നല്ലോണം ബ്രൗൺ ആയി വരുമ്പോൾ കുറച്ച് ഷുഗർ, ഒരു 1/2 സ്പൂൺ മതി, അതിട്ട് കഴിഞ്ഞ് നമ്മുടെ ഒനിയൻ നല്ലോണം ഫ്രൈ ആയി കാരമലൈസ് ആയി വരും. അതവിടെ റെഡി ആവുന്ന സമയമാണ് നമ്മൾ പ്രോൺസ് റെഡിയാക്കുന്നത്. വേറെ പാനിൽ ആവശ്യമുള്ള എണ്ണ എടുത്ത് നമ്മൾ പ്രോൺസ് എല്ലാം പ്ലേസ് ചെയ്ത് ഹാഫ് കുക്ക്, സെമി ഫ്രൈ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബിരിയാണി മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ കാഷ്യൂവും ഒനിയനും ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെയാണ് മസാല റെഡിയാക്കിയത്. അപ്പോൾ 3 സവോള, ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3 ക്രഷ് ചെയ്ത് മിക്സ്ചറാണ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് പുതിന, മല്ലിയില, വേപ്പിലയും തക്കാളിയും ഇട്ട് നല്ലോണം പേസ്റ്റ് ആവുന്ന രീതിയിലുള്ള ടെക്സ്ചർ ആവുന്ന വരെ നന്നായി മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആയതിനു ശേഷം പൊടികൾ ആഡ് ചെയ്യാണ്. 1/2 ടീസ്പൂൺ ടർമറിക്, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി, പിന്നെ 1 സ്പൂൺ ഗരം മസാല. നമ്മൾ ചില്ലി പൗഡർ, പെപ്പർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ആവശ്യമുള്ള ഗ്രീൻ ചില്ലീസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ മസാലയ്ക്കുള്ളത്. അതിനുശേഷം എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് വേണ്ട ഉപ്പും 3 സ്പൂൺ തൈരും ഇട്ട് നല്ലോണം മാഷ് ചെയ്ത് ടെക്സ്ചർ എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫ്രൈ ചെയ്ത പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് ആ മിക്സ്ചർ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ആവാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ റൈസ് റെഡിയാക്കാണ്. ഇപ്പോൾ ഒരു പാനിൽ ഗീ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് അതിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ഫ്ലേവർ വരുമ്പോൾ തന്നെ റൈസിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമ്മൾ അത് തിളപ്പിക്കാൻ വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ സോൾട്ട് ഇടുന്നുണ്ട്. 1/2 ലൈം സ്ക്വീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് പുതിന, മല്ലിയിലയും ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ അരിയിട്ട് ഒരു 25-30 മിനിറ്റ്സ് മതി. നമ്മളിങ്ങനെ അരി ആദ്യം കുതിർത്തിയിട്ടുണ്ടായിരുന്നു,
അതിന് ശേഷം ഇട്ട് നമുക്ക് വേവിക്കാനുള്ള ടൈമാണ് ഓൾമോസ്റ്റ് 25 മിനിറ്റ്സാണ് നമുക്ക് എടുക്കാറ്. പിന്നെ നമ്മളിവിടെ ബിരിയാണി ദമ്മാട്ടോ ചെയ്തത്. അപ്പോൾ ദമ്മ് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയതിന് ശേഷം നമ്മൾ ഇതേ പാത്രത്തിൽ നമ്മുടെ മസാല ബേസ് ചെയ്തിട്ട് റൈസ് എല്ലാം ലെയർ ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമായിരുന്നു. ഒരു ക്വിക്ക് ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.